ഐഡിയ സ്റ്റാർ സിംഗറിന്റെ വിജയകരമായ അടുത്ത വർഷത്തിലേക്കുള്ള കാൽവയ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 2008 ആ ഓഡിഷൻ റൗണ്ടിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു മികച്ച ഗായകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ബഹുമാനപ്പെട്ട മിസ്റ്റർ രാജ സാഹിബ്, വെൽക്കം. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്നു. നമ്മളെ കണ്ടിട്ട് ഒരുപോലെ ഇരിപ്പുണ്ടല്ലോ. അതെ, എനിക്ക് ഇത്തിരി ഇറച്ചി കുറവാണ്, എനിക്ക് തടിയും കൂടുതലല്ല, അത് കൊഴുപ്പ് കൂടിയല്ലേ. അപ്പോ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്നു. അതെ അതെ അതെ. ഏത് ഗായകന്റെ സൗണ്ട് അനുകരിക്കാൻ പോകുന്ന ആദ്യമായിട്ട്? ഗായകന്റെ സൗണ്ട് ഏത് ഗായകനും വേണം. 2 കോടി സമ്മാനം കിട്ടത്തില്ലേ? 2 കോടി സമ്മാനം കിട്ടും. അതെ, 2 കോടി രൂപ സമ്മാനം കിട്ടുന്ന പരിപാടിക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാം പ്രോത്സാഹനം ഉണ്ടാവണം. ഉണ്ടാവത്തില്ലേ എന്റെ പ്രിയപ്പെട്ട സിംഗപ്പൂരുകാരെ? എന്റെ കൂടെ ഉണ്ടാവത്തില്ലേ? ഓക്കെ. അപ്പോ ആദ്യമായിട്ട് SP എന്ന് കേട്ടിട്ടുണ്ടോ? സൂപ്രണ്ട് ഓഫ് പോലീസ്. അതല്ല, SPB എന്ന് കേട്ടിട്ടുണ്ടോ? നീബി എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ട്. അത് നീ കുടിക്കുന്ന സാധനമല്ലേ, അതല്ല ചോദിച്ചത്. SP ബാലസുബ്രഹ്മണ്യം, അത് തമിഴിലൊരു ഗായകൻ, പാട്ടുകാരനാണ്. ഓ, അദ്ദേഹത്തിന്റെ സൗണ്ടിൽ പാടാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് പേരുടെ സൗണ്ടിൽ പാടിയാലേ നമ്മളെ ഇതില്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. പുതിയൊരു റൗണ്ടാണ്. പുതിയ റൗണ്ടാണ്. ഓക്കെ. അപ്പൊ പെർഫോമൻസ് റൗണ്ട് അല്ലല്ലോ? പെർഫോമൻസ് റൗണ്ട് അല്ല, അദ്ദേഹത്തിന്റെ സൗണ്ട് അനുകരിച്ച് പാടുക. ഓക്കെ, ഇമിറ്റേറ്റിംഗ് റൗണ്ട് അല്ലേ? യെസ്. ഓക്കെ, അപ്പം ആദ്യം SPBയുടെ சத்தத்தில் பாடும். ஓகே. இது வந்து மூச்சோடாம பாட சொன்னாங்க. It is seemingly impossible to sing a song like this without taking a breath. நான் இந்த படியேறி வந்தப்போதே மூச்சு வாங்குறது, 4 பாட்டு பாட அப்புறம் மூச்சு வாங்கி தான் பாடுவேன். ஆனாலும் கை தட்டி ஆசீர்வாதம் பண்ணுங்க. இது வந்து எனக்கு ரொம்ப பிடிக்கிற சாங். நீங்கள் கை தட்டி ஆசீர்வாதம் பண்ணுங்க. நன்றி நன்றி, வணக்கம். കൊള്ളാം. വലിയ കുട്ടികളൊന്നുമില്ല. ഈ റൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ റൗണ്ടിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകരെ നമ്മൾ ഇവിടെ വെച്ച് തെരഞ്ഞെടുക്കാൻ പോയത്. ഓക്കെ. അതിലൊരു കുസൃതി ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറയുന്നവരെ നമ്മൾ ഈ റൗണ്ടിലേക്ക് തെരഞ്ഞെടുക്കും. അപ്പൊ ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഇതിന് ഉത്തരം പറയാവുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറയാം. ചോദിക്കട്ടെ, ഭാര്യയെ ശപിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഭർത്താവ് ആരാണ്? ആരാ? MGR. മനോജ്. കറക്റ്റ് ആൻസർ ആണ്. മനോജ് കെ ജയൻ. ഉർവശി ശാപം ഉപകാരം. കയ്യടി കൊടുക്കൂ പ്ലീസ്. കം ഓൺ, ഗിവ് മി എ ബിഗ് ഹാൻഡ്. അപ്പോ ഇനി വേദിയിൽ വെള്ള ഇട്ടിട്ട് വന്നത്, വെളുത്ത ജുബയും വെളുത്ത ഷർട്ടും വെളുത്ത പാന്റും അതുപോലെ വെളുത്ത വാച്ച്, പിന്നെ യേശുദാസിനെ പോലെ താടി മുടിയൊക്കെ വളർത്തിയിട്ട് യേശുദാസ് നിൽക്കുന്നത് പോലെ സ്റ്റേജിൽ വന്ന് നിന്നിട്ട് യേശുദാസ് മൈക്ക് പിടിക്കുന്നത് പോലെ മൈക്ക് പിടിച്ചിട്ട് മാർക്കോസിന്റെ സൗണ്ടിൽ പാടുന്ന ഒരാളില്ലേ? മാർക്കോസിന്റെ സൗണ്ടിൽ പാടുന്നതല്ല, മാർക്കോസ് എന്ന് പറഞ്ഞാൽ പോരെയാണ്. അല്ല, ഞാൻ അതിന്റെ ഒരു ആപേക്ഷികമായിട്ട് പറഞ്ഞ മനോഹരമാണ് ഈ മാളിക. അതെ. അപ്പൊ മാർക്കോസ്, മാർക്കോസ്, KJ മാർക്കോസ്. മാർക്കോസ് പുഞ്ചിരി തൂകുവാ സുന്ദരി പേരയും ഭൂരി പൂമകൾ ഫാത്തിമ പോലീശേരിയും വാഹനം കൺമണി പോരിത നൂറി പൂങ്കരൻ ഫാത്തിമ പാരിലേ നാരിമാർ കാകയിൽ മാതൃക പാരിലേ നാരിമാർ കാകയിൽ മാതൃക പൂരിതാൽ ഹാസും പൂങ്കവിൽ ഫാത്തിമ പാൽവില പുഞ്ചിരി തൂകുവാ സുന്ദരി പേരഴും ഭൂരി പൂമകൾ ഫാത്തിമ. താങ്ക് യു. കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ.
നിങ്ങളുടെ ഐക്യു ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ചോദ്യമാണ്. നിങ്ങളുടെ ബുദ്ധി പരീക്ഷിക്കുന്നതിനുള്ള ചോദ്യമാണ്. മലയാള സിനിമയിലെ പ്ലേബാക്ക് സിംഗേഴ്സും ജ എന്നുള്ള അക്ഷരമായിട്ടുള്ള ബന്ധം അറിയാമോ? ജായോ? അതായത് ജ എരലവ സഷ സഹറന ജ ജ ജ ജായുമായിട്ട് ബന്ധമുണ്ടോ? അതെനിക്ക് അത്ര അങ്ങോട്ട് പറയാൻ പറ്റില്ല. എന്നാലും KJ യേശുദാസ് മലയാളത്തിലുള്ള എല്ലാ ഒട്ടുമിക്ക പിന്നണി ഗായകരുടെ പേരിലും ഒരു ജ അല്ലെങ്കിൽ ജി കിടപ്പുണ്ട്. KJ യേശുദാസ്, KG മാർക്കോസ്, MG ശ്രീകുമാർ, ഇളയരാജ, ജയചന്ദ്രൻ, സുജാത, G വേണുഗോപാൽ, പിന്നെ ജയചന്ദ്രൻ, S ജാനകി, ചിത്ര, ജാനമ്മ ഡേവിഡ്. അല്ല ചിത്ര അല്ല, ചിത്രയിൽ ജായ ഉണ്ട്. എങ്ങനെ? ചിത്ര ബോംബെയിലൊക്കെ പോയി പാടുമ്പോ ചിത്ര ജി എന്നല്ലേ വിളിക്കുന്നത്. ഞാൻ ആ ജിയുടെ കാര്യം വിട്ടുപോയി. ആ ജി ഓർക്കണം. അപ്പൊ ഇനി ആരാ പാടാൻ പോകുന്നത്? ഇനി നമുക്ക് പാട്ട് കൊണ്ട് സർക്കസ് കാണിക്കുന്ന ഗായകൻ ആരാണ്? ഹരിഹരൻ. ഹരിഹരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നക്ഷത്രങ്ങൾ ഡയറക്ട് ചെയ്ത സംവിധാനം. അതല്ല, ആ ഡയറക്ടർ അല്ല. പിന്നെ നമ്മുടെ ചായക്കട നടത്തുന്ന ഹരിഹരൻ. അതൊന്നും അല്ലെന്നേ. വളരെ ചെറുക്കനുള്ള ഹരിഹരൻ, മുടി ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുന്ന ഹരിഹരൻ. ഹരിഹരൻ തമിഴിലെ ഹരിഹരൻ. ഓക്കെ, ഹരിഹരന്റെ സൗണ്ട്. ഒരു മലയാള സോങ്. ഹരിഹരൻ പാടിയ മലയാള സോങ്. അതെ. ഏതാണ് പാട്ട്? സത്യം ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ ഹരിഹരൻ പാടിയ പാട്ട്. അതെ. I'm thinking of you, listening to the raindrops. I'm thinking of you, ilman kannilude. I'm thinking of you, ilneer kanavilude. I'm thinking of you. Salama, oh salama, hey salama, oh salama. I'm thinking of you. I'm thinking of you. Ilaman kannilude. I'm thinking of you. Ilaneer kanavilude. I'm thinking of you. Hey salama, oh salama, hey salama, oh salama. അപ്പോൾ ഞാനൊരു അടുത്തൊരു കുസൃതി ചോദ്യത്തിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിന് സമ്മാനമുണ്ട്. ഈ കുസൃതി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. 2 കോടി. 2 കോടിയൊന്നുമില്ല, വേറൊരു സമ്മാനം. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കടലിൽ 100 നീല തിമിംഗലം ഉണ്ടായിരുന്നു. ഒരു കടലിൽ 100 നീല തിമിംഗലം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ചത്തുപോയി. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കടലിൽ 100 നീല തിമിംഗലം ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ചത്തുപോയി. ബാക്കി എത്രയുണ്ട്? 99 അല്ല. ആർക്കെങ്കിലും പറയാമോ? ഫ്രണ്ടിലിരിക്കുന്ന ആരെങ്കിലും? ഒരു കടലിൽ 100 നീല തിമിംഗലം ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ചത്തുപോയി. ബാക്കി എത്രയുണ്ട്? 100. കാരണം ആരും പറയുന്നില്ല. ഉത്തരം ഞാൻ തന്നെ അനൗൺസ് ചെയ്യുന്നു. ഒരു കടലിൽ 100 നീലത്തിമിംഗലം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതാണ്, ഒരു കടലിൽ 100 നീലത്തിമിംഗലം ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ചത്തുപോയി. അയിലയാണ് ചത്തുപോയത്, നീലത്തിമിംഗലം അല്ല. 100 തന്നെയുണ്ട്. ഓക്കെ, ജി വേണുഗോപാൽ. ഓക്കെ. ചതുരംഗക്കലമുണ്ടോ, ആമ്പൽക്കുളമുണ്ടോ, തിരുതാലിക്കല്ലുണ്ടോ, താളത്തിൽ പൂപ്പടകൂട്ടാൻ വാ, കന്യകായിരമുണ്ടോ, ഓ എന്നോമയാളി കൂടെ കണ്ടോ കണ്ടോ കണ്ടോ, പള്ളിത്തേരുണ്ടോ, ചതുരംഗക്കലമുണ്ടോ, ആമ്പൽക്കുളമുണ്ടോ, തിരുതാലിക്കല്ലുണ്ടോ. താങ്ക് യു. കൊള്ളാം. പക്ഷേ ഇവർക്ക് അറിയാൻ പാടില്ലാത്ത പാട്ടുകളൊക്കെ പാടി അവരെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു ഗായകന്റെ സൗണ്ടിലൂടെ പാടിയാൽ മാത്രമേ തങ്ങളെ സെലക്ട് ചെയ്യുള്ളൂ. അയ്യോ, സെലക്ട് ചെയ്യുള്ളൂ. അതാരാണാവോ? അത് MG ശ്രീകുമാറിന്റെ സൗണ്ടിൽ പാടും. അത് വെറുതെ പാടിയാൽ പോരാ, അദ്ദേഹത്തോടൊപ്പം പെർഫോം ചെയ്യണം.
എന്റെ ദൈവമേ, അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ശ്രീ MG ശ്രീകുമാർ ഓൺ ദി സ്റ്റേജ്. എന്റെ പൊന്നു, ചേട്ടന്റെ സൗണ്ടിൽ പാടുമെന്ന് അവകാശപ്പെടുകയാണ്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം റൗണ്ടിൽ ചേട്ടനൊന്ന് അതിന്റെ കൂടെ ഒന്ന് പാടാം. കുറെ നേരമായി തുടങ്ങിയിട്ട് ഞാൻ പാടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് പാടിക്കുള്ളൂ, എന്റെ ശബ്ദത്തിന്റെ പാട് കേൾക്കട്ടെ, ഞാൻ സംഗതിയൊക്കെ വരുമെന്നു. ശരാശരി ഗെയിമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു റൗണ്ടാണ്. ചോദ്യം ശ്രദ്ധിക്കുക. മോഹൻലാലിന് വേണ്ടി ഞാൻ ആലപിച്ച ഗാനം ആരാലപിച്ചു? ശരിയായ ഉത്തരം പറഞ്ഞ എത്ര രൂപ സമ്മാനം? ₹2.75. മനോഹരമായിരിക്കും. 2 കോടിയാണ് സമ്മാനം. 2 കോടിയല്ല, 2 കോടി. കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും. മൗനം വാങ്ങും ജന്മങ്ങൾ പുൽകും നിൻ നാദം നേടും ഹംസങ്ങൾ പാടുന്ന ഗീതം വിരിയ വിരിയ മരുളി പൊന്നീരെ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ ഉയരും നിൻ നാദം നൽകും. സമ്മാനം അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇതൊക്കെ പാടിയ സമ്മതിച്ചു, ഇതിന്റെ സ്വരസ്ഥാനം പറയും. പൊൻവീണേ ലാ ലാ ലാ. സ്വരസ്ഥാനം. ആ സ്ഥാനം മതിയാക്കി പിന്നെ ഞാൻ വേറെ വല്ല സ്ഥാനത്ത് എത്തിയേനേട്ടാ. മോനെ, ഉപ്പോളം വരില്ല മോനെ ഉപ്പിലിട്ടത്. എന്നെ മനസ്സിലാക്കാൻ. ഏതായാലും ഉപ്പിലിട്ടതുപോലെയല്ലേ ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഷേപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. മോൻ പാടിയതൊക്കെ വളരെ മനോഹരമായിരുന്നു. പക്ഷെ അവസാനമാകാൻ പോരായിരുന്നു ചേട്ടാ. അപ്പൊ ചേട്ടാ, സന്തോഷം, നന്നായിരുന്നു, വളരെ മനോഹരമായിരുന്നു. വളരെ മനോഹരം. 10,000 രൂപയുടെ സമ്മാനം. 2 കോടിയാക്കി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Cinema,